ഒരു നിമിഷം മനമുയർത്താം അൾത്താരവേദിയിലണയാ ഹൃദയങ്ങൾ പാവനമാക്കാം സ്നേഹപൂജ തുടങ്ങാം. ഒരു നിമിഷം മനമുയർത്താം അൾത്താരവേദിയിലണയാം ഹൃദയങ്ങൾ പാവനമാക്കാം സ്നേഹപൂജ തുടങ്ങാം. തിരി തെളിഞ്ഞു സ്നേഹമണി മുഴങ്ങി കാൽവരിയാഗത്തിൻ വിരി തുറന്നു സ്വർഗീയ വൃന്ദം നിരന്നു. തിരി തെളിഞ്ഞു പൂജമണി മുഴങ്ങി കാൽവരിയാഗത്തിൻ വിരി തുറന്നു സ്വർഗീയ വൃന്ദം നിരന്നു. ശാരോണിലെ പനിനീർക്കണമാ ദാവീദിൻ സ്നേഹ സങ്കീർത്തനമാ. ശാരോണിലെ പനിനീർക്കണമാ ദാവീദിൻ സ്നേഹ സങ്കീർത്തനമാ. പവനതിലൊഴുകും പൂമണമായി പാരിന്റെ നാഥനെ എതിരേൽക്കാം. പവനതിലൊഴുകും പൂമണമായി പാരിന്റെ നാഥനെ എതിരേൽക്കാം. തിരി തെളിഞ്ഞു പൂജമണി മുഴങ്ങി കാൽവരിയാഗത്തിൻ വിരി തുറന്നു സ്വർഗീയ വൃന്ദം നിരന്നു. തിരി തെളിഞ്ഞു പൂജമണി മുഴങ്ങി കാൽവരിയാഗത്തിൻ വിരി തുറന്നു സ്വർഗീയ വൃന്ദം നിരന്നു. എല്ലാവർക്കും സുപ്രഭാതം. ഈശ്വരേറ്റം സ്നേഹമുള്ളവരെ, സാഹചര്യങ്ങളുടെ ഇളവുകൾ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുകയാണ്. ഒപ്പം തന്നെ ഭീതി തീർത്ത് മാറുന്നില്ലാത്ത സാഹചര്യത്തിലും നമുക്ക് ഏക ആശ്രയം തമ്പുരാൻ തന്നെയാണ്. നമ്മുടെ അമ്മ വഴി ഈശോയുടെ കരങ്ങളിലേക്ക്, തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് നമ്മളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ലോകമെങ്ങുമുള്ള എല്ലാ രോഗികളെയും സമർപ്പിക്കാം. നമ്മുടെ ഇടവ കുടുംബത്തിൽ നിന്നും ആരോഗ്യ മേഖലയിൽ സുഖമില്ലാതിരിക്കുന്നവരൊക്കെ ഉണ്ടാവും. അവരെയൊക്കെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പല വിധത്തിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്, അവരെയൊക്കെ നമുക്ക് ഓർക്കാം. ഒപ്പം ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെയുള്ള പൊതുപ്രവർത്തകരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലി ഏറ്റവും വിശുദ്ധിയോടുകൂടി അർപ്പിക്കുവാനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ ഇടവക കുടുംബത്തിൽ നിന്നും വിവാഹ വാർഷികം ആഘോഷിക്കുന്ന കല്ലറയ്ക്കൽ ജോൺ ഗ്രേസി ദമ്പതികൾ, അതുപോലെ തന്നെ ജന്മദിനം ആഘോഷിക്കുന്ന ജോഷുവ മനമേൽ,
നെഹമിയ മലയപ്പറമ്പിൽ, നിവിൻ കറുകപ്പള്ളി ചക്കിയത്ത്, രഞ്ജു കൈതക്കോട്ടിൽ. ഇവരെ നമുക്ക് ഓർക്കാം. ഇവരുടെ ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്കെല്ലാം അവരോടൊപ്പം നമുക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് തുടർന്നും ആവശ്യമായ ദൈവാനുഗ്രഹത്തിനായിട്ട് അത് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് വിശുദ്ധിയോടെ ഈ ബലി നമുക്ക് അർപ്പിക്കാം. എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനെയും സ്നേഹിക്കപ്പെടുവാനും യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോകുന്നതിന് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്സറിയിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിനർഹനായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദ സഹായത്താൽ പാപസാചരം ഉപേക്ഷിക്കുമെന്നും മേലെ പാപം ചെയ്യില്ലെന്ന് ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കുവാൻ ഞാൻ സന്നദ്ധനായിരിക്കുന്നു. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം, ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുമ്പാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരാ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ.
ദൈവമെൻ്റെ രക്ഷകൻ, ദൈവമെൻ്റെ നായകൻ, ദൈവമെൻ്റെ ആശ്രയം, ദൈവമെൻ്റെ സർവ്വവും. സൈന്യമെന്നെ വളഞ്ഞാലും വൈരികൾ പിന്തുടർന്നാലും ഭീതിയില്ലെനിക്കു തെല്ലും ദൈവമാണൻ പാലകൻ. നിയതമങ്ങേ വസതിയിൽ കഴിയുവാനൻ മോഹം, മധുരമങ്ങേ മഹിമയിൽ പറയുവാനൻ ദാഹം. കണ്ണിനങ്ങേ കതിരുകൾ കണ്ടു കണ്ടു മയങ്ങണം, കാതിലങ്ങേ കനിവഴും കഥകൾ കേട്ടു ലയിക്കണം. ദൈവമെൻ്റെ രക്ഷകൻ, ദൈവമെൻ്റെ നായകൻ, ദൈവമെൻ്റെ ആശ്രയം, ദൈവമെൻ്റെ സർവ്വവും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്തിനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ വിയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങയ്ക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് ഒത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ദൈവവചനം ശ്രവിക്കുവിൻ. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 40-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. മിശിഹ സഹോദരി അനുഗ്രഹിക്കട്ടെ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, 1-ാം മാസത്തിൻ്റെ 1-ാം ദിവസം നീ സമാഗമ കൂടാരം സ്ഥാപിക്കണം. സാക്ഷ്യപേടകം അതിനുള്ളിൽ പ്രതിഷ്ഠിച്ച് തിരശ്ശീല കൊണ്ട് മറയ്ക്കണം.
മേശ കൊണ്ടുവന്ന് അതിൻ്റെ ഉപകരണങ്ങളെല്ലാം അതിന്മേൽ ക്രമപ്പെടുത്തി വയ്ക്കണം. വിളക്കുകാൽ കൊണ്ടുവന്ന് അതിന്മേൽ വിളക്കുകാൽ ഉറപ്പിക്കുക. ധൂപാർച്ചനയ്ക്കുള്ള സ്വർണപീഠം സാക്ഷ്യപേടകത്തിൻ്റെ മുൻപിൽ സ്ഥാപിക്കുകയും കൂടാരവാതിലിന് യവനിക ഇടുകയും വേണം. സമാഗമ കൂടാരത്തിൻ്റെ വാതിലിനു മുന്നിൽ നീ ദഹന ബലിപീഠം സ്ഥാപിക്കണം. സമാഗമ കൂടാരത്തിൻ്റെയും ബലിപീഠത്തിൻ്റെയും മധ്യേ ക്ഷാളനപാത്രം വെച്ച് അതിൽ വെള്ളമൊഴിക്കുക. ചുറ്റും അങ്കണമൊരുക്കി അങ്കണ കവാടത്തിൽ യവനിക തൂക്കിയിടണം. അതിനുശേഷം അഭിഷേക തൈലമെടുത്ത് കൂടാരവും അതിലുള്ള സകലതും അഭിഷേചിക്കുക. അങ്ങനെ കൂടാരവും അതിലെ ഉപകരണങ്ങളും ശുദ്ധീകരിക്കുക. അവ വിശുദ്ധമാകും. ദഹന ബലിപീഠവും അതിലെ ഉപകരണങ്ങളും അഭിഷേചിച്ച് ശുദ്ധീകരിക്കുക. ബലിപീഠം അതിവിശുദ്ധമാകും. ക്ഷാളനപാത്രവും അതിൻ്റെ പീഠവും അഭിഷേചിച്ച് ശുദ്ധീകരിക്കണം. അനന്തരം അഹറോനെയും അവൻ്റെ പുത്രന്മാരെയും സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് വെള്ളം കൊണ്ട് കഴുകണം. അഹറോനെ നീ വിശുദ്ധ വസ്ത്രങ്ങൾ അണിയിക്കുകയും അഭിഷേചിച്ച് ശുദ്ധീകരിക്കുകയും വേണം. അങ്ങനെ അവൻ പുരോഹിത പദവിയിൽ എന്നെ ശുശ്രൂഷിക്കട്ടെ. അവൻ്റെ പുത്രന്മാരെ കൊണ്ടുവന്ന് അങ്കികൾ അണിയിക്കണം. അവരുടെ പിതാവിനെ അഭിഷേചിച്ചതുപോലെ അവരെയും അഭിഷേകം ചെയ്യണം. പുരോഹിതരെന്ന നിലയിൽ അവർ എനിക്ക് ശുശ്രൂഷ ചെയ്യട്ടെ. അവരുടെ ഈ അഭിഷേകം അവരെ തലമുറകളിലൂടെ നിലനിൽക്കുന്ന നിത്യ പൗരോഹിത്യത്തിൽ ഭാഗഭാഗുക്കളാക്കും. മോശ അപ്രകാരം പ്രവർത്തിച്ചു. തന്നോട് കൽപ്പിച്ചതെല്ലാം അവൻ അനുഷ്ഠിച്ചു. ദൈവമായ കർത്താവിന് സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ വചനങ്ങൾ ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കുകയും വചനങ്ങൾ പാലിച്ച് ജപിക്കുവാനും നൂറുമേനി ഫലം നൽകുവാനും ഞങ്ങളെ ശക്തരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനം അധ്യായം 8 1 മുതൽ 6 വരെ വാക്യങ്ങൾ ഗുരു ആശീർവദിക്കും. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ഇതുവരെ പ്രതിപാദിച്ചതിൻ്റെ ചുരുക്കം ഇതാണ്. സ്വർഗത്തിൽ മഹിമയുടെ സിംഹാസനത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ട്. അവൻ വിശുദ്ധ വസ്തുക്കളുടെയും മനുഷ്യനിർമ്മിതമല്ലാത്തതും കർത്താവിനാൽ സ്ഥാപിതവുമായ സത്യകൂടാരത്തിൻ്റെ ശുശ്രൂഷകനാണ്. പ്രധാന പുരോഹിതന്മാർ കാഴ്ചകളും ബലികളും സമർപ്പിക്കുവാനാണ് നിയോഗിക്കപ്പെടുന്നത്. അതിനാൽ സമർപ്പിക്കുവാനായി എന്തെങ്കിലും ഉണ്ടായിരിക്കുക അവനും ആവശ്യമായിരുന്നു. അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ നിയമപ്രകാരം കാഴ്ചകൾ അർപ്പിക്കുന്ന പുരോഹിതന്മാർ അവിടെ ഉള്ളതുകൊണ്ട് പുരോഹിതനെ ആകുമായിരുന്നില്ല. സ്വർഗീയ വസ്തുക്കളുടെ സദൃശ്യത്തെയും നിഴലിനെയുമാണ് അവർ ശുശ്രൂഷിക്കുന്നത്. മോശ കൂടാരം തീർക്കാൻ ഒരുങ്ങിയപ്പോൾ ദൈവം ഇപ്രകാരം അവനെ ഉപദേശിച്ചു: പർവ്വതത്തിൽ വെച്ച് നിനക്ക് കാണിച്ചു തന്ന മാതൃക അനുസരിച്ച് എല്ലാം ചെയ്യാൻ ശ്രദ്ധിച്ചു കൊള്ളുക. ഇപ്പോഴാകട്ടെ ക്രിസ്തു കൂടുതൽ ശ്രേഷ്ഠമായ വാഗ്ദാനങ്ങളെ അധിഷ്ഠിതമായ ഒരു ഉടമ്പടിയുടെ മധ്യസ്ഥനായിരിക്കുന്ന പോലെ പഴയതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷ സ്ഥാനവും അവന് ലഭിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വചനത്തിൻ തെളിനീരുറവിൽ അലിയുവാനൊരുങ്ങാം. ഭജനത്തിൻ മെഴുതിരി വെളിച്ചം തെളിക്കുവാനൊരുങ്ങാം. യേശുവിൻ മൊഴി ശ്രവിക്കാം, വചനമാസ്വദിക്കാം. തിരുവെഴുത്തുകൾ തുറക്കാം, വചനമനുഭവിക്കാം. ആ കുളിരിൽ നനഞ്ഞലിയാം, ആ നിറവിൽ ചേർന്നലിയാം. തിരുവചനം കാതോർത്തിടാം, ഹല്ലേലൂയ എന്നും പാടിടാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. നിയമങ്ങളും പാരമ്പര്യങ്ങളുടെയും പാലിക്കുന്നതെല്ലാം ആവശ്യമാണ്. കർശനമായ നിയമങ്ങൾ ഒരുപക്ഷെ ഉണ്ടാവാം, അയവുള്ള നിയമങ്ങളുണ്ടാവാം. പക്ഷേ ഇതെല്ലാം അത് കർശനമാണെങ്കിലും അയവുള്ളതാണെങ്കിലും മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. സമൂഹ ജീവിതം അത് നല്ല രീതിയിൽ അടുക്കും ചിട്ടയിലും കൃത്യമായോടുകൂടി പോകുവാൻ വേണ്ടിയിട്ട് കൂടിയാണ്. പക്ഷേ നമുക്ക് ഒരുപക്ഷെ ചില സാഹചര്യങ്ങളിലെങ്കിലും നമുക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നാം. ഉദാഹരണത്തിന് ഇപ്പോഴത്തെ നാം കടന്നു പോകുന്ന ചുറ്റുപാട്, നാം ജീവിക്കുന്ന ചുറ്റുപാട്, കർശനമായ നിയമങ്ങളും നിബന്ധനകളുമൊക്കെ, പ്രോട്ടോക്കോള് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ അധികാരികൾ നൽകുന്നുണ്ട്, നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ കൃത്യമായിട്ട് പാലിക്കുമ്പോൾ മാത്രമാണ് ഒരു പരിധിവരെ നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷവും ആരോഗ്യവുമൊക്കെ നിലനിന്ന് പോകുക. മറിച്ച് ഇതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ പോകുമ്പോൾ പലപ്പോഴും നമുക്ക് തന്നെ അത് ദോഷമായിട്ട് ഭവിക്കുന്നു. അകലെ നോക്കണം, കൂട്ടം കൂടി നിൽക്കരുത്, പുറത്ത് ആവശ്യമില്ലാതെ അറിഞ്ഞു നടക്കരുത്. ഇങ്ങനെയൊക്കെയുള്ള ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ള നമ്മുടെ നിർദ്ദേശങ്ങളും നമ്മൾ പാലിക്കേണ്ടതായ നിബന്ധനകളുമൊക്കെ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അന്നും ഉണ്ടായിരുന്ന പഴയ നിയമത്തിലുമൊക്കെ പാരമ്പര്യങ്ങളുണ്ടായിരുന്നു. സഹജനതയുടെ മധ്യത്തിൽ സമൂഹത്തിൽ ഒത്തിരിയേറെ പാരമ്പര്യങ്ങൾ, അങ്ങനെ ചെയ്യരുത്, എങ്ങനെ ചെയ്യരുത്, ഓരോ ദിവസത്തിൻ്റെ പ്രാധാന്യമനുസരിച്ചുള്ള നിബന്ധനകളും കർശനമായ താക്കീതുകളുമൊക്കെ ഉണ്ടായിരുന്നു, നിയമങ്ങളുണ്ടായിരുന്നു, പാരമ്പര്യങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കാതെ, സമൂഹത്തിൽ നന്മയെ കാണാതെ, നന്മ ചിന്തിക്കാതെ, അത് തന്നെ ആ നിയമങ്ങൾക്ക് വേണ്ടി നിയമങ്ങൾ പാലിക്കുന്ന, പാരമ്പര്യങ്ങൾക്ക് വേണ്ടി പാരമ്പര്യങ്ങൾ പാലിക്കുന്ന, മാനുഷികമായിട്ടുള്ള ആ ഒരു പരിഗണനയോ മറ്റുള്ളവരോടുള്ള ആ അനുകമ്പയോ ഒന്നും കാണിക്കാതെ പ്രവർത്തിച്ച ഒരു സമൂഹമായിരുന്നു ഫരിസേയര്, യഹൂദ സമൂഹം. ഇന്നത്തെ സുവിശേഷത്തെ നമ്മൾ കാണുക, അങ്ങനെ സമൂഹത്തിൽ നന്മ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ആവശ്യമായ ഒരു സാഹചര്യത്തിൽ അവന് വിശപ്പ്, ആ വിശപ്പ് അനുഭവിക്കുമ്പോൾ ഒരുപക്ഷെ അവന് വിലക്കപ്പെട്ട കാര്യങ്ങൾ സാഹചര്യത്തിലാണെങ്കിൽ പോലും അവൻ്റെ വിശപ്പടക്കാൻ ശ്രമിക്കുക. അത് മാനുഷികമായ നമ്മുടെ സഹോദരങ്ങളോടുള്ള, അല്ലെങ്കിൽ നമ്മളോട് തന്നെയുള്ള നമുക്ക് കാണിക്കുന്ന മാനുഷികമായൊരു പരിഗണനയാണ്, അവിടെ നിയമമല്ല. ഇതാണ് ഇന്നത്തെ സുവിശേഷ വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്ദേശം. അതാണ് നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ, വ്യക്തിപരമായിക്കൊള്ളട്ടെ, സമൂഹ തലത്തിലായിക്കൊള്ളട്ടെ, കുടുംബങ്ങളിൽ തന്നെ ആയിക്കൊള്ളട്ടെ, നമ്മൾ പാലിക്കേണ്ടത് അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് ചിന്തിച്ചുകൊണ്ട്, ഒരുപക്ഷെ നമ്മളുടെ കാഴ്ചപ്പാടിലും മാനുഷികമായ ചിന്തകളിൽ നമ്മൾ നോക്കുമ്പോൾ അത് പാലിക്കപ്പെടുന്നില്ല എന്ന് നമ്മൾ കാണുമ്പോൾ, അവിടെ മാനുഷികമായ ഒരു തരത്തിലൂടെ നമ്മൾ കാണുവാനും അതിൽ തെറ്റുകളോ കുറവുകളോ അല്ലെങ്കിൽ നന്മയോ ഉണ്ടെങ്കിൽ അതിനെ അതിൻ്റെതായ രീതിയിൽ സ്വീകരിക്കുവാനും നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിട്ട് മാറുക, ദൈവത്തെ പ്രിയമുള്ളവരായിട്ട് നമ്മൾ മാറുക. അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കേണ്ടതായ കാര്യങ്ങൾ പാലിച്ചുകൊണ്ട്, അതോടൊപ്പം തന്നെ മാനുഷികമായ മറ്റുള്ളവർക്കുള്ള പരിഗണന, ആ സഹോദര സ്നേഹത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, ഒപ്പം മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുവാനും, ഒരുപക്ഷെ മറ്റുള്ളവർ ചെയ്യുന്നതിനുള്ള നന്മ മനസ്സിലാക്കുവാൻ, തിരിച്ചറിയുവാനും, അതിനെ വിമർശിക്കാതെ, കുറ്റപ്പെടുത്താതെ, അല്ലെങ്കിൽ അതിനോടുള്ള അമർഷവും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ നടക്കാതെ, അതിനെയൊക്കെ അതിൻ്റെതായ രീതിയിൽ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും സമൂഹതലത്തിലുമൊക്കെ ആരോഗ്യപരമായ ജീവിതം നമുക്ക് നയിക്കുവാൻ, മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ വചനങ്ങൾ ശ്രവിക്കുമ്പോഴും നമ്മൾ ഒരുപക്ഷെ കേൾക്കുന്ന വചനത്തിൻ്റെ വെളിച്ചത്തിൽ അങ്ങനെ ആ വീഴ്ച വരുത്തിയവരോട് നമ്മൾ അമർഷമോ വിദ്വേഷമോ നമ്മൾ വെച്ച് പുലർത്താതെ, അത് ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ജീവിതത്തെയും ബാധിക്കുന്നുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട്, മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ടതായ മാറ്റങ്ങൾ വരുത്തുവാനും, നന്മയെ സ്വീകരിക്കുവാനും, നന്മ കാണുവാനുമുള്ള കൃപ പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവചനം നമുക്ക് ശ്രവിക്കാം. അധ്യായം 12, 1 മുതൽ 13 വരെ തിരുവചനങ്ങൾ. അക്കാലത്ത് ഒരു സാപത്തിൽ യേശു ഗോതമ്പ് വയലിലൂടെ കടന്നു പോവുകയായിരുന്നു. അവരുടെ ശിഷ്യന്മാർക്ക് വിശന്ന് അവർ കതിരുകൾ പറിച്ച് തിന്നുവാൻ തുടങ്ങി.
ഫരിസേയർ ഇത് കണ്ട് അവനോട് പറഞ്ഞു, നോക്കൂ, സാപത്തിൽ നിഷിദ്ധമായത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നു. അവൻ പറഞ്ഞു, വിശന്നപ്പോൾ ദാവീദും അനുചരന്മാരും എന്താണ് ചെയ്തത് എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവൻ ദൈവഭവനത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്ക് അല്ലാതെ തനിക്കോ സഹോദരന്മാർക്ക് ഭക്ഷിക്കുവാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം ഭക്ഷിച്ചത് എങ്ങനെ? അങ്ങനെ അല്ലെങ്കിൽ സാപത്ത് ദിവസം ദേവാലയത്തിലെ പുരോഹിതന്മാർ സാപത്ത് ലംഘിക്കുകയും അതേസമയം കുറ്റമറ്റവരായിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ നിയമത്തിൽ വായിച്ചിട്ടില്ലേ? എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദേവാലയത്തേക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് ഇവിടെയുണ്ട്. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നിങ്ങൾ നിരപരാധരെ കുറ്റം വിധിക്കുമായിരുന്നില്ല. എന്തെന്നാൽ മനുഷ്യപുത്രൻ സാപത്തിൻ്റെയും കർത്താവാണ്. യേശു അവിടെ നിന്നും യാത്ര തിരിച്ച് അവിടെ സിനഗോഗിലെത്തി. അവിടെ കൈ ശോഷിച്ച ഒരുവനുണ്ടായിരുന്നു. യേശുവിൽ കുറ്റം ആരോപിക്കണം എന്ന ഉദ്ദേശത്തോടെ അവർ അവനോട് ചോദിച്ചു, സാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമാണോ? അവൻ പറഞ്ഞു, നിങ്ങൾ ആരാണ് തൻ്റെ ആട് സാപത്തിൽ കുഴിയിൽ വീണാൽ പിടിച്ചു കയറ്റാത്തത്? ആടിനേക്കാൾ എത്രയോ ഏറെ വിലപ്പെട്ടവരാണ് മനുഷ്യൻ. അതിനാൽ സാപത്തിൽ നന്മ ചെയ്യുക അനുവദനീയമാണ്. അനന്തരം അവൻ ആ മനുഷ്യനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി. ഉടനെ അത് സുഖം പ്രാപിച്ച് മറ്റേ കൈ പോലെയായി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ തിരുസഭയുടെ ഭാവി മഹത്വത്തെ സ്മരിച്ചുകൊണ്ട് കർത്താവേ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന വാഗ്ദാനം അനുസരിച്ച് സഭയിൽ നിരന്തരം വസിച്ചുകൊണ്ട് അവളെ നിത്യഭാഗ്യത്തിലേക്ക് അനയിക്കുന്ന കർത്താവേ, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. സ്ലീഹന്മാരും അവരുടെ പിൻഗാമികളും വഴി സഭയെ സ്വർഗീയ ജെറുസലേത്തേക്ക് സുരക്ഷിതമായി നയിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവേ, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. സഭയെ സ്നേഹിക്കുകയും നിർമ്മല വധുവായിരിക്കാൻ അവൾക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത കർത്താവേ, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ നിനക്കുണ്ടായിരുന്ന മഹത്വത്തിൽ ഞങ്ങൾ പങ്കുകാരാകുവാൻ വേണ്ടി അനുദിനം ഞങ്ങളുടെ കുരിശുമെടുത്ത് നിന്നെ അനുഗമിക്കുവാൻ ആഹ്വാനം ചെയ്ത കർത്താവേ, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗങ്ങളും ആർക്കൊക്കെ വേണ്ടി ആരൊക്കെ നമ്മുടെ പ്രാർത്ഥന പ്രതീക്ഷിക്കുന്ന അവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം നമ്മുടെ ഇടവകയിലും രൂപത തലത്തിലുമൊക്കെ മതാധ്യാപക ദിനമായിട്ട് നമ്മളിന്ന് അനുസ്മരിക്കുകയാണ്, ആഘോഷിക്കുകയാണ്. മതവിശ്വാസ പരിശീലന മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ മതാധ്യാപകരെയും നമുക്ക് അവരുടെ സേവനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സത്യസന്ധമായിട്ടും ആത്മാർത്ഥതയോടുകൂടിയും ഈശോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യുവാനുള്ള കൃപ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരകത്തെ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ ബുദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കടകഴുകി കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മളുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ ആരാധ്യമായ തൃത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. ആമേൻ. നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും തന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തെയും ഉത്ഥാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹാ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, മിശിഹായുടെ മുഖത്തമേറിയ രണ്ടാമത്തെ ആഗമനം സിദ്ധിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ ബലി അർപ്പിക്കപ്പെടണം എന്ന കൽപ്പന അനുസരിച്ച് വിശുദ്ധ ബലിപീഠത്തിന്മേൽ സജ്ജീകരിക്കപ്പെടുന്നു. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. താതനും അതുപോലാത്മജനും ദിവ്യർഹായിക്കും സ്തുതിയെന്നും ദൈവാംബികയെയും
മാറിയൗസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ ആദിയിലെ പോലെന്നേക്കും ആമേനാമേ. സുതനുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകലജാതനും യുഗങ്ങൾക്കെല്ലാം പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്നും ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്ലീബയിൽ തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും പിരിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും പാവമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദിസയും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ചെയ്യുന്നു. ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നമ്മൾ ഒരുമിച്ച് അർപ്പിക്കുന്ന ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ ഞങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാനയെ അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൻ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. പരസ്പര സമാധാനം. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. പൂർവപിതാവാമബ്രാഹാം ഇസഹാക്ക് യാക്കോബെന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലി അർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ,
സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും ദുഷ്ടതയിലും അസൂയയിലും അസൂയയിലും വഞ്ചനയിലും വഞ്ചനയിലും അലസതയിലും അലസതയിലും വിദ്വേഷത്തിലും വിദ്വേഷത്തിലും ആത്മീയ ആത്മീയ ബന്ധനങ്ങളിലും നിന്ന് ബന്ധനങ്ങളിൽ നിന്ന് മുക്തമാക്കണമേ. മുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ. ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ വിശുദ്ധ കുർബാന വിശുദ്ധിയോടും വിശ്വാസത്തോടും കൂടെ അങ്ങേക്ക് അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. ആമേൻ. പരിശുദ്ധരും രൂപികളുമായ കൃപന്മാരോടും സഭന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നുചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. അത്യുന്നതങ്ങളിൽ ഓശാന പാടിടാം, കർത്താവിൻ നാമത്തെ വാഴ്ത്താം. സ്വർഗീയ ദൂതരോടൊന്നു ചേർന്ന് പാടിടാം മോദമായി ഓശാന. അത്യുന്നതങ്ങളിൽ ഓശാന പാടിടാം, കർത്താവിൻ നാമത്തെ വാഴ്ത്താം. സ്വർഗീയ ദൂതരോടൊന്നു ചേർന്ന് പാടിടാം മോദമായി ഓശാന. ഓശാന, 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 ഓശാന. അത്യുന്നതങ്ങളിൽ ഓശാന. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനൊറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരം ആകുന്നു. നിങ്ങളെല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അപ്രകാരം തന്നെ കാശയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തം ആകുന്നു. നിങ്ങളെല്ലാവരും ഇത് വാങ്ങി പാനം ചെയ്യുവിൻ. ആമേൻ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവ്വസ്വമാ
അവശ്യരും ക്ലേശതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ലോകമെങ്ങുമുള്ള എല്ലാ രോഗികളെയും, കോവിഡ് രോഗികളുള്ളവരുണ്ടാവും, മറ്റ് അസുഖങ്ങളുണ്ടാവും, എല്ലാവരെയും അങ്ങ് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരെ ശുശ്രൂഷിക്കുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും ആരോഗ്യപാലകരെയും സമർപ്പിക്കാം. ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയിട്ടുള്ള എല്ലാ മരിച്ചുപോയവർക്ക് വേണ്ടിയും ഓരോ ദിവസങ്ങളിലും ഒത്തിരിയേറെ പേര് മരണമടഞ്ഞു പോകുന്നുണ്ട്. ലോകമെങ്ങുമുള്ള എല്ലാ മരിച്ചുപോയവരെയും ഓർക്കാം. അവരുടെ ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കുക. അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും പ്രത്യേകമായി ഞങ്ങളുടെ ഇടവ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്ക് വേണ്ടിയും ആർക്കൊക്കെ വേണ്ടിയും ആരില്ലാവും ഞങ്ങളുടെ പ്രാർത്ഥനകൾ പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നവർക്ക് എല്ലാവർക്കും, ഇന്നേ ദിവസം ജന്മദിനം ആഘോഷിക്കുന്നവർക്കും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്കും ഞങ്ങളെല്ലാവരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടിയും ഇന്നേ ദിവസം ഞങ്ങൾ പ്രത്യേകമായി അനുസ്മരിക്കുന്ന വിശ്വാസ പരിശീലന മേഖലയിലുള്ള മതാധ്യാപകരെയും PCC അംഗങ്ങളെയും മറ്റെല്ലാവരെയും കുട്ടികളെയും ഞങ്ങൾ അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കരങ്ങൾ കൂപ്പി ശിരസ് കുനിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവനായി അഭിഷേകത്തിനായി പ്രാർത്ഥിക്കാം. ആത്മാവാണ് നമ്മെ നയിക്കുക. തിന്മകളെ തിരിച്ചറിയുവാനും ആ സാഹചര്യങ്ങളിൽ നിന്നും പാപത്തിൽ നിന്നും എല്ലാം അകന്ന് നന്മയിൽ വിശുദ്ധിയെ ജീവിക്കുവാനും സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആത്മാവിൻ്റെ വരദാനങ്ങളാൽ ഫലങ്ങളാൽ കൃപകളാൽ നിറയുവാനും വചനത്തിലൂടെ നമ്മൾ ശ്രവിച്ച നമുക്ക് ലഭിച്ച സന്ദേശത്തിൻ്റെ വെളിച്ചത്തിൽ നല്ല മനോഭാവങ്ങൾ നമുക്ക് തന്നെയും മറ്റുള്ളവരോടും പാലിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപ, സ്വർഗീയ ജീവിതത്തെ ലക്ഷ്യമാക്കിയിട്ട് നമ്മുടെ ഈ ലോക ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഈ ലോകത്തിൻ്റെതായ ആകർഷണങ്ങളും മറ്റെല്ലാ പാപത്തിൻ്റെ സാധനം അകന്ന് വിശുദ്ധമായ ജീവിതം നയിക്കുവാനുള്ള കൃപ ആത്മാവിൻ്റെ വരദാനങ്ങളാൽ ഫലങ്ങളാൽ കൃപകളാൽ നിറച്ച് വിശുദ്ധീകരിച്ച് ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് അങ്ങേ ദാസരുടെ കുമാരിയിൽ അവിടെ ആവസിച്ച് തന്നെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടകടപതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമായി തീരട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഞങ്ങളോട് ദയ തോന്നണമേ. അങ്ങയുടെ കാലത്തിനനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായ അങ്ങയെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങയ്ക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം ഭക്ഷിക്കുന്നവർ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൻ സമ്മാനമാ ഭൂവിലേക്കിന്നു വന്ന സ്വർഗീയ ഭോജ്യമിതാ നിത്യജീവന്റെ അപ്പമിതാ. സ്വർഗത്തിൻ സമ്മാനമാ ഭൂവിലേക്കിന്നു വന്ന സ്വർഗീയ ഭോജ്യമിതാ നിത്യജീവന്റെ അപ്പമിതാ. ഓ ദിവ്യകാരുണ്യമേ, ഓ സ്വർഗസമ്മാനമേ, ഓ ദിവ്യകാരുണ്യമേ,
നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ ഇത് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇതാ എഴുന്നേൽ വരുവാൻ ആഗ്രഹിച്ച് കാത്തു നിൽക്കുകയാണ്. അതിനുവേണ്ടി അവിടെ നിന്ന് വിശുദ്ധ കുർബാനയായി മാറുന്നു, ദിവ്യകാരണമായിട്ട് മാറുന്നു അപ്പത്തിൻ്റെ രൂപത്തിൽ. ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ സാധിക്കുന്നില്ലാത്ത ഈ സാഹചര്യത്തിൽ ആത്മാർത്ഥമായിട്ട് പശ്ചാത്തപിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ബന്ധമായിട്ടുള്ള എല്ലാ തെറ്റുകളും തമ്പുരാനോട് ഈ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്നതിലൂടെ ഈ സമയം ഏറ്റുപറയുമ്പോൾ തമ്പുരാൻ കർത്താവ് ഇതെല്ലാം ക്ഷമിച്ച് നമുക്ക് പാപമോചനം നൽകുകയാണ്. ഹൃദയത്തിൽ പശ്ചാത്തപിച്ചുകൊണ്ട് തെറ്റുകേറ്റ് പറഞ്ഞുകൊണ്ട് ഈശോ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച ആ പ്രാർത്ഥന വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തോടുകൂടി നമുക്കും ഏറ്റുചൊല്ലി ഹൃദയത്തിൽ ഈശോയെ സ്വീകരിക്കാം. ഈശോയുടെ സമാധാനം നമുക്ക് അനുഭവിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിലും എന്നേക്ക് സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ ഞങ്ങൾ പ്രകീർത്തിക്കുവേൻ. സഭാമാതാവേ, നിന്റെ സന്താനങ്ങളുടെ അതിരങ്ങൾ വഴി നീ മിശിഹായ്ക്ക് കൃതജ്ഞത അർപ്പിക്കുക. എന്തുകൊണ്ടെന്നാൽ അവൻ നിനക്ക് വേണ്ടി പീഡ അനുഭവിച്ചു. കേൾപ്പിയാവുന്ന പാറമേൽ നിന്നെ പണിതുയർത്തി. നിന്നെ സംരക്ഷിക്കുവാൻ അജപാലകന്മാരെ നൽകി. തന്നെ തന്നെ നൽകിക്കൊണ്ട് ദൈവരാജ്യത്തിന്റെ ഭക്ഷണം നിന്നിൽ സജ്ജീകരിക്കുകയും ചെയ്തു. മാലാഖമാരുടെ കൂടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താനും എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ. സഹോദരരെ, സർവ്വരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നമ്മെ ക്ഷണിക്കുന്നു. നേരിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ സാധിക്കുന്നില്ലാത്ത സാഹചര്യമാണ് ഇപ്പോൾ. ഭവനങ്ങളിലായിരിക്കുന്നവർക്ക് പ്രത്യേകിച്ച്. എങ്കിലും അരൂപയിലുള്ള ആഗ്രഹത്താവരുടെ ദിവ്യകാരുണ്യ സ്വീകരണം നമുക്ക് നടത്തുവാൻ സാധിക്കും. ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഭവനങ്ങളിലായിരിക്കുന്നവർ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലി ആഗ്രഹത്താൽ അല്ലെങ്കിൽ അരൂപയിലുള്ള ദിവ്യകാരുണ്യം സ്വീകരിക്കാം. എൻ്റെ ഈശോയെ, അങ്ങ് ഈ ദിവ്യകൂദാശയിൽ സന്നിഹിതനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ എനിക്കിപ്പോൾ സാധ്യമല്ലാത്തതിനാൽ അരൂപയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എന്നല്ല വരണമേ. അങ്ങ് ഇപ്പോൾ എന്റെ ഹൃദയത്തിൽ വസിക്കുന്നുവെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്നും അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ബോൾസ്യം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ബോൾസ്യം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ബോൾസ്യം ഉണ്ടായിരിക്കട്ടെ. ശരീരവും രക്തവും കടകണ്ട് വർദ്ധിക്കുന്നു, ജീവനും കടമായി തീരട്ടെ. ആമേൻ.
ദിവ്യകാരുണ്യമേ ഹൃത്തിനാനന്ദമേ ദിവ്യകൂദാശയായി എന്നിലലിയൂ സ്നേഹവാത്സല്യമേ ആത്മസൗഭാഗ്യമേ പൂർണ്ണമായി എന്നെ നിന്റേതായി മാറ്റൂ. ദിവ്യകാരുണ്യമേ ഹൃത്തിനാനന്ദമേ ദിവ്യകൂദാശയായി എന്നിലലിയൂ സ്നേഹവാത്സല്യമേ ആത്മസൗഭാഗ്യമേ പൂർണ്ണമായി എന്നെ നിന്റേതായി മാറ്റൂ. മഴയായി പൊഴിയൂ മനസ്സിൻ പൂവിൽ സ്നേഹക്കുളിരായി നിറയൂ എന്നിൻ വൃത്തിൽ നിത്യം ആരാധനാ സ്തുതി നാഥാ നിത്യം ആരാധനാ സ്തുതി നാഥാ. സ്നേഹം ഉറപ്പമായി എന്നിൽ നിറഞ്ഞിടുമ്പോൾ സർവം ആപാതയർപ്പിക്കാം. സ്നേഹം ഉറപ്പമായി എന്നിൽ നിറഞ്ഞിടുമ്പോൾ സർവം ആപാതയർപ്പിക്കാം. പ്രിയമുള്ളവരെ, എല്ലാവരുടെയും അറിവിലേക്കായിട്ട് 1-2 കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. എല്ലാ ഞായറാഴ്ചകളിലും 6:45-നും 8:30-ക്കും 2 കുർബാനകൾ വീതമുണ്ടായിരിക്കും. 40 പേർ വീതം ആ കുർബാനയിൽ സംബന്ധിക്കുവാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് അനുവാദമുണ്ട്. അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മൾ വെച്ചിരുന്നത് യൂണിറ്റ് അടിസ്ഥാനത്തിലല്ല. അപ്പോൾ അതുകൊണ്ട് പലർക്കും ഒരുപക്ഷെ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകളുണ്ടാവാം. വിളിച്ച് അറിയിച്ചിട്ട് വേണം വരാനായിട്ട്, അത് ഓർമ്മപ്പെടുത്തുക. കാരണം ഇപ്പോൾ സ്പെഷ്യൽ സ്ക്വാഡ് ചെക്കിങ്ങിനായിട്ട് എല്ലായിടത്തും പോകുന്നുണ്ട്. നമ്മുടെ പള്ളികളിൽ 2 വന്നിരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിരുന്നു. അപ്പോൾ നമുക്ക് അറിയുന്നില്ല നമ്മളെങ്ങനെയാണ് പോലീസിൻ്റെ ആ ഒരു അല്ലെങ്കിൽ അവരുടെ വേഷത്തിലോ അല്ല വരിക. സ്ക്വാഡ് പ്രത്യേകമായിട്ടുണ്ട് ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് അറിയിച്ചിട്ട് വരാനായിട്ട് നമ്മൾ ശ്രമിക്കുക. 1 അടുത്ത ഞായറാഴ്ച മുതൽ 2 യൂണിറ്റുകൾ വീതം ഓരോ കുർബാനയ്ക്കും. 6:45 കുർബാനയ്ക്ക് ആദ്യത്തെ 2 യൂണിറ്റുകൾ 1-ഉം 2-ഉം, രണ്ടാമത്തെ 8:30 കുർബാനയ്ക്ക് 3-ഉം 4-ഉം. അപ്പോൾ അങ്ങനെ നമുക്ക് 1 ഇടവിട്ടുള്ള ഞായറാഴ്ചകളിൽ ദിവ്യബലി സംബന്ധിക്കുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലായിരിക്കും ഇനിയുള്ള ഞായറാഴ്ചകളിൽ. ഇനി എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ ഇടയ്ക്ക് നമ്മളെല്ലാവരും വിലയിരുത്തിക്കൊണ്ട് അഭിപ്രായങ്ങൾ വായിച്ചുകൂടാതനുസരിച്ച് നമുക്ക് അനുവദനീയമായ രീതി നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട്, കോവിഡിൻ്റെതായ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് നമുക്ക് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യത്തിൽ ഈ പ്രകാരം നമ്മൾ ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അടുത്ത ഞായറാഴ്ച മുതൽ 2 യൂണിറ്റുകൾ വീതം, അപ്പോൾ 40 പേർക്കാണ് ഒരു കുർബാനയ്ക്ക് വരാനായിട്ടുള്ള ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് അനുവാദം. നമുക്ക് അറിയത്തില്ല, 15-ാം തീയതി വരെയാണ് കർശനമായിട്ട് നമ്മുടെ എറണാകുളം ജില്ലയിൽ നിരോധനം ഉള്ളത്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയെന്ന് അറിയത്തില്ല. അപ്പോൾ അതനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടതാണെങ്കിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ ഇങ്ങനെ നമുക്ക് അനുവദിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ അതിൻ്റെതായ രീതിയിൽ അതിനെ പ്രയോജനപ്പെടുത്താനും കൂടി നമ്മൾ ശ്രമിക്കണം. 40 പേർക്ക് 40 പേർക്ക് പങ്കെടുക്കാം. അപ്പോൾ നമ്മൾ 40 പേരെങ്കിലും വരാനായിട്ടുള്ള താല്പര്യം നമ്മൾ കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. നമുക്ക് അനുവദനീയമായ കാര്യങ്ങൾ നമുക്ക് തീർച്ചയായും അവസരം പ്രയോജനപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പോൾ അതുകൊണ്ട് അടുത്ത ഞായറാഴ്ച ശ്രദ്ധിക്കണം. അടുത്ത ഞായറാഴ്ച 6:45 കുർബാനയ്ക്ക് 1-ഉം 2-ഉം യൂണിറ്റുകളും, 8:30 കുർബാനയ്ക്ക് 3-ഉം 4-ഉം യൂണിറ്റുകളും, പിന്നത്തെ ഞായറാഴ്ച 5-ഉം 6-ഉം 7-ഉം 8-ഉം അങ്ങനെ. അപ്പോൾ നമുക്ക് ഒന്നിടവിട്ടുള്ള ഞായറാഴ്ചകളിൽ അത്രയും പേർക്കെങ്കിലും സംബന്ധിക്കുവാൻ സാധിക്കും. അത് നമുക്ക് ഒരു ക്രമീകരണം കറക്റ്റായിട്ട് നമുക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അറിയത്തില്ല, അപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഓർത്തിരിക്കുക. രണ്ടാമത്തെ കാര്യം,
ഇന്ന് മത അധ്യാപക ദിനമാണ്. ഇപ്പോൾ രണ്ടാമത്തെ കുർബാന മതാധ്യാപകർക്കുള്ള അവരുടെ നേതൃത്വത്തിലാണ് രണ്ടാമത്തെ കുർബാന, 8:30 കുർബാന ഇന്ന് അർപ്പിക്കപ്പെടുക. അപ്പോൾ അവർ തന്നെ ഉണ്ട്, 10-20 പേരോളം. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഞാൻ എന്നെ വിളിച്ച് പറഞ്ഞപ്പോഴൊക്കെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട്. അപ്പോൾ എല്ലാ മതാധ്യാപകരും രണ്ടാമത്തെ കുർബാനയിൽ നേരത്തെ വരാൻ 8:30 എന്ന് പറയുമ്പോൾ 8:15 ഇവിടെ എത്തണം. കാരണം രജിസ്റ്റർ ചെയ്യണം, ടെമ്പറേച്ചർ നോക്കണം, ഫോൺ നമ്പർ എല്ലാം എഴുതേണ്ടതായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന വീഴ്ചകളാണ്. ഞാൻ പറഞ്ഞ സ്പെഷ്യൽ സ്ക്വാഡാണ് ഇപ്പോൾ വന്നത്, നമ്മൾക്ക് അറിയത്തില്ല, അവരറിയിക്കത്തുമില്ല. അതാണ് ഒരു പ്രത്യേകത. അപ്പോൾ നമ്മുടെ ചെരുപ്പ് പുറത്തിടുമ്പോഴത്തേക്കും ഒന്ന് ശ്രദ്ധിക്കും. ഞാൻ എല്ലാ ഇതിലും പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വലിയ അക്ഷരത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 2 മീറ്റർ എങ്കിലും, 1.5-2 മീറ്റർ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ആദ്യം വരുന്നവർ കൃത്യമായിട്ടിരുന്നു, പക്ഷേ പിന്നീട് വരുന്നവരാണ് ഇത് ശ്രദ്ധിക്കുന്നില്ല. ഇത് എഴുതി വെച്ചത് തൊട്ട് മുമ്പിൽ. എന്നിട്ടും നമ്മുടെ ഈ റോഡ് മറ്റൊക്കെ കാർ പാർക്കിങ്, നോ പാർക്കിങ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ കൊണ്ട് വണ്ടി ഇടും. ആ ബോർഡ് ഉണ്ടെങ്കിൽ ഉറപ്പ് അവിടെ വണ്ടി ഇടും. അവിടെ നോ പാർക്കിങ് പറയും, നോ പാർക്കിങ്. അപ്പോൾ ചെരുപ്പ് 2 മീറ്റർ അകലത്തിൽ ഇടണമെന്ന് നമ്മൾ ബോർഡ് ആദ്യം എഴുതി വെച്ചിട്ടുണ്ട്. അതിന് മുമ്പിൽ തന്നെ കൊണ്ടുപോയി 6-7 പേര് കൊണ്ട് കൂട്ടിയിട്ടിരിക്കുക. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണമെന്ന്. ആദ്യം മന്നവൻ കയ്യുക്കളവൻ കാര്യക്കുന്ന രീതിയിലാവരുത്. നമ്മളൊന്ന് ശ്രദ്ധിക്കുക, പരസ്പരം ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അല്ല അതിൻ്റെ ബുദ്ധിമുട്ട് ആദ്യം വരുന്നത്, അതിന് ബന്ധപ്പെട്ട അധികാരികൾക്ക്. ഇപ്പോൾ ഇവിടെ പള്ളിയാകുമ്പോൾ വിചാരിച്ചിട്ടാണ് അതിൻ്റെ ബുദ്ധിമുട്ട് പിന്നീട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് അല്പം അശ്രദ്ധ കൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത ബുദ്ധിമുട്ട് മറ്റുള്ളവർക്കായിട്ട് ഉണ്ടാക്കി വയ്ക്കരുത്. നമ്മുടെ അശ്രദ്ധ കൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ, സന്ദേശബന്ധമായി പറഞ്ഞല്ലോ, ഇതൊക്കെ ആവശ്യമാണ്. നമ്മുടെ ആരോഗ്യപരമായ ജീവിതത്തിന് വേണ്ടിയിട്ടാണത്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കുക ഈ കാര്യത്തിൽ. അതുകൊണ്ട് ഇടവസങ്ങളിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് 20 പേരാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അനുവദനീയമായിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ച് വിളിച്ച് പറഞ്ഞിട്ട് വരാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് തമ്പുരാൻ നൽകുന്ന അനുഗ്രഹങ്ങൾ ഒത്തിരി നമുക്ക് എണ്ണിയാൽ തീർച്ചപ്പെടാൻ പറ്റാത്ത വിധത്തിൽ അനുഗ്രഹങ്ങളാണ് ഓരോ ദിവസം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുക. അത് ഏറ്റവും തെളിവാണ്. നമ്മളെങ്കിലും ഇത്രയും പേര് ഒരു അസുഖമില്ലാതെ ഇവിടെ ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ തെളിവാണത്, സാക്ഷ്യമാണത്. അപ്പോൾ അതുകൊണ്ട് തമ്പുരാൻ നന്ദി പറഞ്ഞുകൊണ്ട് കൂടുതലായിട്ട് ഇവിടെ പ്രാർത്ഥിക്കണം. കാരണം മറ്റ് അന്യ രാജ്യങ്ങളിലൊക്കെ ഒത്തിരിയേറെ വർദ്ധിച്ചു വരികയാണ്. ഈ പറ്റ കാലാവസ്ഥ എല്ലാം ഉണ്ട് കാരണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുക. നമുക്ക് തമ്പുരാൻ്റെ ആ വലിയ അനുഗ്രഹങ്ങളും കൃപയ്ക്കും പരിപാലനയിലും ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ. വിശുദ്ധ കുർബാന കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആരാധന കരുണക്കൊന്ത മാത്രം ചൊല്ലുന്നു, സമയം നമുക്ക് ചുരുക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പൊതുവായിട്ട് പള്ളിയിൽ തന്നെ ഓഫീസ് ഉണ്ടായിരിക്കും ഇന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ആരാധനയിലെല്ലാം എല്ലാവരും പങ്കെടുക്കാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കുക. മതാധ്യാപക ദിനമാണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്ന എല്ലാ മതാധ്യാപകരും രണ്ടാമത്തെ കുർബാനയിൽ സംബന്ധിക്കുക. അവർക്ക് നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ മെസ്സേജുകൾ കൊടുത്തിട്ടുണ്ട്. അവരുടെ ഗ്രൂപ്പിൽ, അധ്യാപക ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് എല്ലാ അധ്യാപകരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നമുക്ക് നന്ദി പറയാം. ഹൃദയത്തിൽ ഈശോ വസിക്കുന്നുണ്ട്, ദിവികാരുണ്യമായിട്ട്, അപ്പത്തിൻ്റെ രൂപത്തിൽ, കുർബാനയായിട്ട്. ഭവനങ്ങളിലായിരിക്കുന്നവർ അവരുടെ ഹൃദയത്തിലും ഭവനത്തിലും ഈശോയുടെ സാന്നിധ്യമുണ്ട്. ദിവികാരുണ്യം, അരൂപിയിലുള്ള ദിവികാരുണ്യ ശീലത്തിലൂടെയും അവരെല്ലാം ഈശോയുണ്ട്. എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, ദൈവം നന്ദി പറയാം. നമ്മളെല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ജീവൻ നൽകും ദൈവികമാ പരിപാവനമേ ബലിവഴിയായി നാഥന് സ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയണച്ചല്ലോ. പ്രീതി കലർന്ന് യുഗാന്ത്യത്തിൽ സ്വർഗീയോർസ്ലേം നഗരത്തിൽ മാലാഖമാരൊത്തുവലം ഭാഗം നമ്മൾ കരുളട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ, മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നിൽ ഈ കുർബാന കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ. കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ, മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ 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 കർത്താവേ, നീ പരിശുദ്ധൻ മിശിഹാ കർത്താവേ. അഖില ലോകനായക വാഴ്ത്തിടുന്നു ഞങ്ങൾ ഈശോനാഥ, പുകഴ്ത്തിടുന്നു ഞങ്ങൾ. നീയല്ലോ ശരീരങ്ങൾ ഉയർപ്പേകുന്നു, നീ തന്നെ ആത്മാവിനു രക്ഷയേകുന്നു. അഖില ലോകനായക പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിത സ്വയം എളിമപ്പെടുത്തിക്കൊണ്ടാണ് ദിവികാരുണ്യത്തിൽ സന്നിഹിതനായിക്കൊണ്ട് നമ്മളോടൊപ്പം ആയിരിക്കുന്ന ഈശോയുടെ സാന്നിധ്യം നമുക്ക് ഓർക്കാം. അവിടുത്തെ സ്തുതിക്കാം, ആരാധിക്കാം, അവിടത്തേക്ക് നന്ദി പറയാം. തെറ്റുകൾക്കെല്ലാം നമുക്ക് മാപ്പ് ചോദിക്കാം. നമുക്ക് വേണ്ടി നമ്മൾ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് കുരിശിൽ അവിടെ നിന്ന് സഹനങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ട് തൻ്റെ ജീവൻ സമർപ്പിച്ചത്. ആ കുരിശ് അപകടത്തിൻ്റെ ചിഹ്നമായിരുന്നു. പക്ഷേ കർത്താവിൻ്റെ കുരിശുപടത്തോടുകൂടി ഉത്ഥാനത്തോടുകൂടി അത് രക്ഷയുടെ അടയാളമായിട്ട്, അനുഗ്രഹത്തിൻ്റെ അടയാളമായിട്ട് മാറി. ആ കുരിശിൻ്റെ രക്ഷാവലയം നമ്മളെല്ലാവരുടെ പേരുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകമെങ്ങുമുള്ള എല്ലാ രോഗികളെയും, കോവിഡ് രോഗികളെയും, അവർ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ് തുടങ്ങിയ എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ച് ഓർത്ത് പ്രാർത്ഥിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് കരുണക്കൊന്ത ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ഇരിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഇന്ത്യയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് 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 ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്
ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ഭഗവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ ലോകമുള്ള പാപികളുടെ മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ഭഗവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ ലോകമുള്ള പാപികളുടെയും രോഗികളുടെ മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ഭഗവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ ലോകമുള്ള പാപികളുടെയും രോഗികളുടെ മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, എന്റെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ശിമിശയുടെ തിരുശരീരം തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അധാരണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അധാരണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ഭഗവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ഭഗവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ഭഗവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, എന്റെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ശിമിശയുടെ തിരുശരീരം തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ഭഗവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ഭഗവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ഭഗവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, എന്റെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ശിമിശയുടെ തിരുശരീരം തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും
രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അസാധാരണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അസാധാരണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അസാധാരണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അസാധാരണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അസാധാരണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അസാധാരണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, എന്റെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ശിമിശയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അസാധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അസാധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അസാധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകമുഴുവനും പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അസാധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകമുഴുവനും പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അസാധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും മേലും ലോകമുഴുവനും പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അസാധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകമുഴുവനും പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അസാധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകമുഴുവനും പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അസാധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അസാധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അസാധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധ പരമാധിപകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധിപകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധിപകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നെ കൈ പിടിച്ചു നടത്തുന്ന സ്നേഹം, എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം, എന്നെ തോളിലേറ്റി താരാട്ടു പാടും, മെല്ലെ ചാഞ്ചക്കമാട്ടുന്ന സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണു ദൈവം. ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണു ദൈവം. എന്റെ കഷ്ടതകൾ നീക്കിടുന്ന സ്നേഹം, എന്റെ ദുഃഖങ്ങൾ ഏറ്റുവാങ്ങും സ്നേഹം, എന്റെ കഷ്ടതകൾ നീക്കിടുന്ന സ്നേഹം, എന്റെ ദുഃഖങ്ങൾ ഏറ്റുവാങ്ങും സ്നേഹം, എന്റെ മുറിവുകളിൽ ആശ്വാസമേകി, എന്റെ മിഴുനീരുമായ്ക്കുന്ന സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണു ദൈവം. ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണു ദൈവം. തൻ്റെ സ്നേഹത്തിന് വേണ്ടിയിട്ട് ജീവൻ അർപ്പിക്കുന്നതിനേക്കാളും വലിയ സ്നേഹമില്ല. അതെ,
നമുക്ക് വേണ്ടി നമ്മളോടുള്ള സ്നേഹത്താൽ കുരിശിൽ തന്നെ ജീവൻ സമർപ്പിച്ച് നമ്മെ സ്നേഹിച്ച ഈശോ, രക്ഷിച്ച ഈശോ, ആ ഈശോ ഇതാ നമ്മെ ആശീർവദിക്കുവാൻ, നമ്മെ അനുഗ്രഹിക്കുവാൻ ഇതാ കാത്തു നിൽക്കുന്നു. കരങ്ങൾ നീട്ടുകയാണ് അവിടെ നിന്ന്. നീട്ടപ്പെട്ട അവിടുത്തെ കരങ്ങൾക്ക് കീഴിൽ നമ്മളെ ഓരോരുത്തരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചും രോഗികളായിരിക്കുന്ന ലോകമെങ്ങുമുള്ള എല്ലാ സഹോദരങ്ങളെയും, നമ്മുടെ ഇടവക കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും പല വിധത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. ഈശോയുടെ ആശീർവാദത്തിന്, അനുഗ്രഹത്തിന് അവരെ സമർപ്പിച്ച്, കർത്താവേ, ഞങ്ങളെല്ലാവരുടെയും മേലും നിൻ്റെ കരങ്ങൾ നീട്ടി അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടേതായ എല്ലാ നിയോഗങ്ങളും ആഴമായ വിശ്വാസത്തോടു കൂടി തമ്പുരാന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദത്തെ നമുക്ക് ഒരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എന്നുമെന്നും അങ്ങേക്കാരാധന. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. അങ്ങു തന്ന ദാനത്തിനായി നന്ദിയിടാം, അങ്ങു തന്ന സ്നേഹത്തിനായി നന്ദിയിടാം. നന്മരൂപനേ, നല്ല ദൈവമേ, നന്മരൂപനേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ. നിത്യവും നിത്യവും നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എഴുന്നേറ്റ് നിന്ന് പൊതുവായിട്ട് ഓഫീസ് പാടി മരിച്ചുപോയവർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയിട്ട് ആനശ്രദ്ധിക്കാൻ പ്രാർത്ഥിക്കാം. കരുണയുടെ കർത്താവെ, കരയുന്നവരങ്ങെ വിളിക്കുകയും സങ്കടപ്പെടുന്നവരങ്ങെ ആശ്രയിക്കുകയും ചെയ്യുന്ന അങ്ങ് ഭക്താരങ്ങളുടെ ദൃശ്യാക ദാസരെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും പണ്ടത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. എന്റെ കർത്താവെ, നീയാണ് പ്രകൃതിക്കും മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ല വരത്ത് വലം ഭാഗേ. കർത്താവേ, നിന്നെ ആശ്രയിച്ചു, കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്കുദ്ധാനം രക്ഷയുമയരും നൽകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാപുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദിമുതൽ നീക്കുമാമേ, തെളിവായി എന്നുടെ നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എന്നെ വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കർത്താവെ, അങ്ങേ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ അങ്ങയുടെ തൃത്വത്തിൻ്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവെ, ആകാശത്തിലും ഭൂമിയിലും സുദൃഢനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും അങ്ങാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമോടെ
ദാസർ ചെയ്യും ബലിയൽ നാഥ തിരുസന്നിധിയിൽ. കൈക്കൊള്ളണമേ ഹൃദയം ഗമമാം വിശ്വാസമോടെ ദാസർ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. കൈക്കൊള്ളണമേ ഹൃദയം ഗമമാം വിശ്വാസമോടെ ദാസർ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. അഗാധത്തിൽ നിന്ന് ഞാനങ്ങയെ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപങ്ങളുടെ മോചനം അങ്ങയെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവേ, ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവിടുത്തെ ഭക്താരത്തിലാവുന്നു. പുനര്യാപനം കാത്തിരിക്കുന്ന കാവലക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിന്റെ പാപങ്ങളിലെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉറപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദ മഹനീയമായ നീതിപതിയുടെ ദിവസത്തിനങ്ങേ ദാസരെ വിളിക്കുകയും വലതു ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ വെറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചവരെ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. സർവശക്തനായ ദൈവമേ, വിചാരത്താലും വചനത്താലും പ്രവർത്തിയാലും അറിഞ്ഞും അറിയാതെയും അങ്ങേ ദാസർ ചെയ്തു പോയിട്ടുള്ള ലളിതമായ പാപങ്ങളിൽ നിന്ന് മോചനം നൽകി നീതിമാന്മാർ വസിക്കുന്ന സ്വർഗീയ ഓരസ്ഥത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരങ്ങളെ പ്രവേശിപ്പിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവർക്കും വിവാഹവാർഷികം ആഘോഷിക്കുന്നവർക്കും ഇടവകയുടെ പേരിലും വ്യക്തിപരമായിട്ടും ജന്മദിനത്തിൻ്റെയും വിവാഹവാർഷികത്തിൻ്റെയും മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസിക്കുന്നു. ഇവിടെ ആരെങ്കിലും ഉണ്ടോ ജന്മദിനം ആഘോഷിക്കുന്നത്? ഞാൻ പറഞ്ഞവരിൽ ആരെങ്കിലും ഉണ്ടോ ഇന്നിവിടെ? ഇല്ല. സ്തുതിയായിരിക്കട്ടെ. വാഴ്ത്തിടും നീതാ സ്വർഗനായക, കാത്തുകൊള്ളുക നീ സർവദായക. വിണ്ണിൽ വാഴും നിന്റെ രാജ്യം വന്നിടേണമേ. മധുരം നിന്നാമം പാവനം. വാഴ്ത്തിടും നീതാ സ്വർഗനായക, കാത്തുകൊള്ളുക നീ സർവദായക. നീല നീലവാനിലേതോ കാവൽ മാടം തന്നിലോ നിർനിമിഷ നേത്രനായി നീ കാത്തരുൾവൂ ഞങ്ങളെ. നീളെ പൂവിൻ കാതിൽ കാറ്റിൻ ഈണമായി വരൂ. നീ കൈക്കൊമ്പിൽ നീട്ടും
പീറാക്കള